പിള്ളേ നിങ്ങൾ രണ്ട് ചെവി അങ്ങ് പുത്തിക്ക. ഞാനേ ഇവന്റെ അടുത്ത് കുറച്ച് ദാമ്പത്യ രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കട്ടെ. വേഗം. അയ്യോ നമ്മളില്ലേ ചേച്ചി വാ നമുക്ക് പോവാം. വലിയ ഫോമിലായിട്ടുണ്ട്. വേഗം പോ. നീ എവിടെ ഇരി. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താടാ അച്ചു, നീ ഇപ്പോഴും ഈ മസിൽ പിടുത്തം വിട്ടില്ലേ? ഇട ഈ പിള്ളേർക്കുള്ള സെൻസ് ഓഫ് ഹ്യൂമർ പോലും നിനക്കില്ലാതെ പോയല്ലോ. ചിറ്റപ്പ, ഐ എം സീരിയസ്. അഞ്ജലി തികച്ചും വ്യത്യസ്തമായ ഒരു ജീവിത സാഹചര്യത്തിൽ വളർന്നു വന്നൊരു കുട്ടിയാണ്. മാത്രമല്ല, ഞങ്ങളുടെ കല്യാണം നടന്നത് ഒരു നോർമൽ കോഴ്സ് ഓഫ് ഇൻസിഡൻസിലൂടെ അല്ലല്ലോ. ഇന്ന് രാവിലെ അവളിവിടെ കയറി വന്നപ്പോഴുണ്ടായ പ്രശ്നങ്ങള് ചിറ്റപ്പനും കണ്ടതല്ലേ? എല്ലാത്തിനോടും ഒന്ന് പൊരുത്തപ്പെട്ടു വരാൻ അഞ്ജലിക്ക് കുറച്ച് സാവകാശം വേണ്ടിവരും. അതുകൊണ്ടാ ഞാൻ... നീ പറയുന്നതിൽ വാലിഡ് ആയിട്ടൊരു പോയിന്റ് ഉണ്ട്. പ്രത്യേകിച്ച് നിന്റെ അച്ഛന്റെ ഇന്നത്തെ രാവിലത്തെ പെർഫോമൻസ് വെച്ചിട്ട്. ഹോ, വല്ലാത്തൊരു അടി തന്നെ അങ്ങനെ അടിച്ചു കളഞ്ഞു. ആ അഞ്ജലിയുടെ മനസ്സിലുണ്ടാക്കിയ ഇമ്പാക്ട് അത്ര നിസ്സാരമായിട്ടൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവള് നല്ലൊരു ക്യാരക്ടറുള്ള പെണ്ണാ. അവളുടെ സ്ഥാനത്ത് മറ്റേതൊരു പെൺകുട്ടിയാണെങ്കിലും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല റിയാക്ട് ചെയ്തിട്ടുണ്ടാവുക. സോ ഐ തിങ്ക് സ്റ്റിൽ there is a space. ഇങ്ങോട്ട് വാടാ. നീ അവളോട് സംസാരിക്കണം. നിന്റെ ഉള്ളു തുറന്ന് സംസാരിക്കണം. നിന്നെ അവൾക്ക് മനസ്സിലാവൂടാച്ചു. എല്ലാം ശരിയാവും. Cheer up, young man. എല്ലാം ശരിയാവും. പിന്നെ ഫസ്റ്റ് നൈറ്റ് മാത്രമല്ല, പിന്നെയുണ്ട് നൈറ്റുകൾ. ആക്രാന്തൊന്നും കാണിച്ചു കളയരുത്. അവസാനം നമ്മളെ കാര്യങ്ങൾ കൈവിട്ടു പോകും. ഒന്ന് പോയ പോ. Still there is a space. അപ്പോ ഒരു ആദ്യരാത്രിക്ക് സ്കോപ്പൊക്കെ ഉണ്ട് അല്ലേ?